ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ടിപ്പായിട്ടാണ്. അതായത് നമ്മുടെ നെയിൽസിലൊക്കെ യെല്ലോയിഷ് വരത്തില്ലേ, അപ്പോൾ യെല്ലോയിഷും പിന്നെ ഒരു നെയിൽസിൻ്റെ അകത്തുള്ള അഴുക്കും അതൊക്കെ മാറ്റി എങ്ങനെ നല്ല ഭംഗിയാക്കി വെക്കാമെന്നുള്ള ഒരു നെയിൽ കെയർ ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാർലറിലൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ നെയിൽസ് കെയർ ചെയ്യാം എന്നുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് തന്നെ ഒരു ബൗൾ വേണം, ഒരു കുഞ്ഞു ബൗൾ വേണം. അതിലേക്ക് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അത് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് നാരങ്ങ നീരായാലും മതി. അതൊരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂൺ അളവിന് നാരങ്ങ നീരായാലും മതി. ഇനി അതിലേക്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതാണ്, കോൾഗേറ്റാണ്. കോൾഗേറ്റ് നമ്മുടെ പല്ലിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് നെയിൽസിനും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു ലേശം പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര മതി. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മൾ മിക്സ് ചെയ്യുന്നത് എന്ത് വെച്ചാണെന്ന് വെച്ചാൽ ബ്രഷ് വെച്ചാണ്. ബ്രഷ് ഇല്ലെങ്കിൽ വേറെ എന്തായാലും കുഴപ്പമില്ല, പക്ഷെ ഞാനിവിടെ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 2-3 വട്ടം ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു റിസൾട്ടായിരിക്കും കേട്ടോ കിട്ടുന്നത്. നമുക്ക് പാർലറിലൊന്നും പോകേണ്ട കാര്യമില്ല നെയിൽസ് വൃത്തിയാക്കാനായിട്ടും. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ നെയിൽസൊക്കെ വൃത്തിയാക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യണം. ഇത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ തന്നെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഔട്ടർ മാത്രമല്ല കേട്ടോ, നമുക്ക് അകത്തും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ നെയിൽസിൻ്റെ അകത്തുള്ള അഴുക്കൊക്കെ ഒന്ന് പോകുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ നെയിൽ പോളിഷൊക്കെ യൂസ് ചെയ്തില്ല, നെയിൽ പോളിഷ് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നെയിൽസിലൊരു വൃത്തികേട് ഉണ്ടാവും. അപ്പോൾ ആ വൃത്തികേടൊക്കെ മാറാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. നമ്മളിങ്ങനെ ചെയ്താൽ മതി. ഇത് നിങ്ങൾ ആഴ്ചയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2-3 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നെയിൽസിലെ ആ ഒരു യെല്ലോയിഷ്, മാക്സിമം ഞാനിത് പറയുന്നത് യെല്ലോയിഷ് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട്, ഇത് അപ്ലൈ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് വേണമെങ്കിലും ചെയ്യാം, ജസ്റ്റ് ഞാൻ ബ്രഷ് കൊണ്ട് കാണിച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണം. ഇത് സ്ക്രബ് ചെയ്യണം ഇങ്ങനെ നന്നായിട്ട്, അകത്തും പുറത്തൊക്കെ ആയിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. നമ്മളിങ്ങനെ അകത്ത് ചെയ്യുമ്പോൾ തന്നെ ആ അഴുക്കൊക്കെ പോകും. ഇത് നിങ്ങൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ നെയിൽസിന് ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവും. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങളിത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ വിടുക. അത് കഴിഞ്ഞ് നോർമൽ വെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകി കളയുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. കണ്ടോ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിന് നമ്മൾ പാർലറിലൊക്കെ പോയി വെറുതെ പൈസയും കളഞ്ഞ് ഇത്രയും സമയം വേസ്റ്റ് ആക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് നല്ല സൂപ്പറായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇതൊന്ന് വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ് വെച്ചിട്ട് ഞാനത് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് വലിയ റിസൾട്ട് കിട്ടണമെന്നില്ല. നമ്മളിത് യൂസ് ചെയ്ത് വന്നാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ എൻ്റെ അപ്കമിങ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ.